ഇന്ത്യൻ രാഷ്ട്രീയം കലങ്ങിമറിഞ്ഞ മാസങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളുമാണ് നമുക്ക് മുന്നിലൂടെ കടന്നുപോയത്. ബി.ജെ.പി. ഭരണത്തിന് കീഴിൽ എപ്പോഴൊക്കെ പാർലമെന്റിൽ സഭ സമ്മേളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങിത്താഴുമ്പോഴാണ് പല ബില്ലുകളും മോദി മന്ത്രിസഭ പാസാക്കിയിട്ടുള്ളത്. ഇവിടെ കോൺഗ്രസിന്റെ പ്രമേയം കേൾക്കാമെന്ന് മാത്രം പറഞ്ഞതിന്റെ പേരിലാണ് ഒരു രാത്രി ജഗദീപ് ധൻഖർ എന്ന ഉപരാഷ്ട്രപതിയെ തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് വരച്ച വരയിൽ നിൽക്കുന്നില്ല എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മോദിയും കൂട്ടരും പുറത്തേക്കെറിഞ്ഞത്. അതിനു പിന്നാലെ വലിയൊരു രാഷ്ട്രീയ കരുനീക്കത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ നിന്നുള്ള CP രാധാകൃഷ്ണനെ NDA സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവിടെ നോമിനേഷൻ പത്രിക നൽകാൻ CPA പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആരോഗ്യമന്ത്രിയും BJP അധ്യക്ഷനുമായ JP നദ്ദ, കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി തുടങ്ങിയ പ്രമുഖർ അകമ്പടിയുമായി എത്തി. അതിനിടയിലാണ് DMKയോട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ ഒരാളായ OBC-കാരനായ നേതാവിനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് സഹായിക്കണമെന്ന് രാജ്നാഥ് സിംഗ് മുഖ്യമന്ത്രി സ്റ്റാലിനെ വിളിച്ച് ആവശ്യപ്പെടുകയും ചെയ്തതുമൊക്കെ. ഇതെല്ലാം നമ്മുടെ കൺമുന്നിലൂടെ നടന്ന സംഭവങ്ങളാണ്. എന്നാൽ ഇവിടെ ഭരണഘടനയുടെ അന്തസത്ത കാത്തു സൂക്ഷിക്കാനും ഭരണഘടനയെ കാത്തു സംരക്ഷിക്കുവാനുമായിട്ട് സുപ്രീം കോടതി ജസ്റ്റിസിനെ തന്നെ തങ്ങളുടെ കോട്ടയിൽ കോൺഗ്രസ് നിർത്തുകയാണ്. തമിഴ് തുറുപ്പുചീട്ടാക്കി NDA മുന്നേറുമ്പോൾ തെലുങ്കാന തുറുപ്പുചീട്ടാക്കി മാറ്റുകയാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും. കഴിഞ്ഞ ദിവസമാണ് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയെ ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. സുപ്രീം കോടതി മുൻ ജഡ്ജിയും ഹൈദരാബാദ് സ്വദേശിയുമാണ് സുദർശൻ റെഡ്ഡി. ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പ്രതികരിക്കുകയും ചെയ്തു. സുപ്രീം കോടതി മുൻ ജഡ്ജിയായ സുദർശൻ റെഡ്ഡി ഗോവയുടെ ആദ്യ ലോകായുക്ത കൂടിയാണ്. വിജയ സാധ്യതയില്ലെങ്കിലും രാഷ്ട്രീയ മത്സരം വേണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. തമിഴ് സ്ഥാനാർത്ഥിക്ക് ബദലായി DMK നിർദ്ദേശിക്കുന്ന മറ്റൊരു തമിഴ് സ്ഥാനാർത്ഥി ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിനിധീകരിക്കുമെന്നായിരുന്നു മാധ്യമങ്ങളുടെ പ്രചാരണം. അതിലും കടന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ കളത്തിൽ പയറ്റിയത്. അതുകൊണ്ടാണ് മികച്ച വിധി പ്രസ്താവങ്ങളിലൂടെ പേരെടുത്ത ആന്ധ്രാപ്രദേശത്തിൽ നിന്നുള്ള നിഷ്പക്ഷനായ സുപ്രീം കോടതി മുൻ ജഡ്ജിയെ സ്ഥാനാർത്ഥിയാക്കി മാറ്റുന്നത്.